കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നെടുമങ്ങാട് ഒരു സംഘർഷമുണ്ടായിരുന്നു. നമ്മളെല്ലാം വായിച്ചതാണ്. അതുകൂടാതെ തന്നെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു സംഭവമാണ്. ഡിവൈഎഫ്ഐയും വർഗീയ വലതുപക്ഷ സാമൂഹ്യ വിരുദ്ധ സംഘവും തമ്മിലായിരുന്നു സംഘർഷം. ഇത് പ്രാദേശിക ഭിന്നതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമായിരുന്നു. അതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ നേതാവിൻ്റെ കൈയൊക്കെ തല്ലിയൊടിച്ചു ഈ വർഗീയ വലതുപക്ഷ സാമൂഹ്യ വിരുദ്ധ സംഘം. അതിനെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചടി എന്നുള്ള നിലയിൽ ഈ വർഗീയ വലതുപക്ഷ സാമൂഹ്യ വിരുദ്ധ സംഘത്തിൻ്റെ ആംബുലൻസ് ഡിവൈഎഫ്ഐക്കാർ അടിച്ച് തകർത്തു, ചില്ലക്കടിച്ചു. അപ്പോൾ അതിന് ഒരു പടി കൂടി മുന്നോട്ട് പോയി ഒരു പ്രത്യാഘാതം എന്നുള്ള രീതിയിലാണ് ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് തീയിട്ടത്. ആര്? ഇതേ വലതുപക്ഷ വർഗീയ സാമൂഹ്യ വിരുദ്ധ സംഘം. സാമൂഹ്യ വിരുദ്ധ സംഘം എന്നല്ല, വലതുപക്ഷ വർഗീയ സാമൂഹ്യ വിരുദ്ധ സംഘം. അങ്ങനെയാണ് ഈ ഒരു വിഭാഗം ഇപ്പോൾ അറിയപ്പെടുന്നത്. ആൾക്കാർ മറ്റാരുമല്ല, SDPI ആണ്. പിന്നെ SDPIയുടെ പേര് പറയാൻ എന്തായാലും CPM-നും DYFIക്കും നിലവിലെ സാഹചര്യത്തിൽ പറ്റില്ല. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഒന്ന്, ഈ പകല് CPM-മാരായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ DYFIക്കാരായി പ്രവർത്തിക്കുന്ന പല ആളുകളും രാത്രിയിൽ സഖാപ്പികളാണ്. അല്ലാതെ ആളെയൊന്നും ഇപ്പോൾ DYFIക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഒരു അവസ്ഥ. കാരണം പല പ്രവർത്തകരും രാത്രി SDPIക്ക് വേണ്ടിയും പകൽ CPM-നും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവരെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ CPM-നും DYFIക്കും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഭയമായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം ആൾക്കാർ തന്നെയല്ലേ, എന്തിനാ വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഷിജു ഖാനൊക്കെ പൊതുവേ ഈ DYFIയുടെ പ്രമുഖ നേതാവാണ്. അദ്ദേഹമൊക്കെ പൊതുവേ വലിയ രീതിയിൽ തന്നെ ഹിന്ദുത്വ ഫാസിസം, ഹിന്ദുത്വ ഭീകരത എന്നൊക്കെ പറയുന്ന ഒരാളാണ്. പക്ഷേ ഈ വിഷയം വന്നപ്പോൾ മൂപ്പർക്ക് വാക്യങ്ങൾ പ്രയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം വലിയ ഘോരഘോരം പ്രസംഗിക്കുന്ന ഈ മനുഷ്യൻ കുറച്ച് സമയമൊക്കെ പ്രസംഗിച്ചു. പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കറുത്ത ബാനറൊക്കെ ആയിട്ടാണ് വന്നത്. ആ കറുത്ത ബാനറിൽ തെമ്മാടികൾക്ക് മാപ്പില്ല എന്നുള്ളതാണ്. ഏത് തെമ്മാടികളെന്ന് വ്യക്തമാക്കുന്നേ ഇല്ല. DYFIയുടെ ആംബുലൻസ് കത്തിച്ച തെമ്മാടികൾക്ക് മാപ്പില്ല. അതുമാത്രമല്ല, മൂപ്പരുടെ പ്രസംഗം കത്തിക്കയറിയെങ്കിലും ആരാണിത് ചെയ്തതെന്ന് മനസ്സിലാകണമെങ്കിൽ ഏറ്റവും അവസാനം ഒരു തവണ എന്തോ പേരിനൊന്ന് മൂപ്പർ പറഞ്ഞിട്ടുണ്ട്, ഈ ഷിജു ഖാൻ, ഈ SDPI എന്ന പേര്. പക്ഷേ ആദ്യമൊക്കെ ഇങ്ങനെ നിങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള വർഗീയ വലതുപക്ഷ സാമൂഹിക വിരുദ്ധ സംഘങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഇവരെ അഭിസംബോധന ചെയ്തത്. പോസ്റ്റുകളിലും CPM നേതാക്കളുടെ പുലികളായുള്ള വിപ്ലവ സിംഗങ്ങളായുള്ള CPM നേതാക്കളുടെയും DYFI നേതാക്കളുടെ പോസ്റ്റുകളിലൊന്നും എവിടെയും SDPIയെ കാണാനില്ല. കാരണം SDPIയെക്കുറിച്ച് പറയാൻ ധൈര്യമില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇത് തന്നെയാണ് മുമ്പും സംഭവിച്ചിരുന്നത്. അഭിമന്യുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ സദസ്സുകളിലൊക്കെ വർഗീയത തുലയട്ടെ എന്നാണ്. ആരാണ് ഇതിന് പിന്നിൽ? അഭിമന്യുയെ ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധിത ഭീകര സംഘടനയായി പിന്നീട് മാറിയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ് വകവരുത്തിയത്. പക്ഷേ അതിനെക്കുറിച്ച് എവിടെയും പരാമർശിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ടാവും. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ സഖാപ്പി സ്നേഹമായിരിക്കാം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്, അതായത് SDPIക്കെതിരെ കൂടുതൽ പറയുകയാണെങ്കിൽ അതൊരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ ആകുമോ എന്നുള്ളൊരു ഭയം CPM-നെയും DYFIയൊക്കെ വേട്ടയാടുന്നുണ്ട്. കാരണം അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും SDPIക്ക് അറിയാം. SDPI, ജമാഅത്ത് ഇസ്ലാമി, ഇത്തരം സംഘടനകളെല്ലാം ഈ രീതിയിലാണ് പ്രവർത്തിക്കുക. എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അവരുടെ തീവ്ര നിലപാടുകളെ ആരെങ്കിലും വിമർശിച്ചാൽ അവരെ വർഗീയവാദികളാക്കുന്നു, മതഭ്രാന്തന്മാരാക്കുന്നു. അതുകൂടാതെ തന്നെ ഇത് ഒരു കമ്മ്യൂണിറ്റിക്കെതിരെയാണെന്ന് വരുത്തി തീർക്കാൻ ഇവർ വളരെ മിടുക്കുള്ള വിഭാഗങ്ങളാണ്. അപ്പോൾ അതാണ് CPM-ന് മറ്റൊരു പ്രശ്നം. പ്രത്യേകിച്ച് ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിലും നേമത്തൊക്കെ എങ്ങനെയാണ് CPM സ്ഥാനാർത്ഥികൾ വിജയിച്ചതെന്നുള്ള എല്ലാവർക്കും അറിയാം. SDPIയുടെ വോട്ട് എത്ര മനോഹരമായിട്ടാണ് വാങ്ങിയത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം ഇതാണ് സാഹചര്യം. CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാം നിലവിലെ അവസ്ഥ കേരളത്തിൽ ഇതാണെന്നുള്ളതാണ്. കാരണം SDPIക്കെതിരെ 4 അക്ഷരം പറയാൻ, അല്ലെങ്കിൽ ഒരു അക്ഷരം പറയാൻ പോലും ഇവർക്ക് ധൈര്യമില്ല എന്നുള്ളതാണ്. IB-യുടെ കാര്യവും നമുക്കറിയാം. അധികം മുമ്പൊന്നല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഈ സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ആ ഒരു പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം, അല്ലെങ്കിൽ ആ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് SDPI ആണ്. പക്ഷേ SDPIക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ IB തയ്യാറായില്ല എന്നുള്ളതാണ്. BJP RSSനെതിരെ ആഞ്ഞടിച്ചു. പകരം എന്തായാലും CPM-ഉം DYFIയും ഈ നെടുമങ്ങാട് വിഷയത്തിൽ BJP RSSനെയും പ്രതി ചേർക്കാത്തത് ഭാഗ്യം, അല്ലെങ്കിൽ ആ രീതിയിൽ അവർക്കെതിരെ ആരോപണം ഉന്നയിക്കാത്തത് ഭാഗ്യമായി. കാരണം ഈ സംഘം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് സാമൂഹ്യ വിരുദ്ധ സംഘം, അതായത് വലതുപക്ഷ വർഗീയ സാമൂഹ്യ വിരുദ്ധ സംഘം എന്നായതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ കേരളത്തിലെ നിലവിലെ അവസ്ഥ ഇതാണ്. കാരണം SDPI എന്ന് പറയുന്ന സംഘടനയെ, പൊളിറ്റിക്കൽ പാർട്ടിയെ ഒരു കാരണവശാലും വിമർശിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ 2 അക്ഷരം പറയാനോ UDFും LDFും തയ്യാറാകില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമാണ് SDPI എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. അപ്പോൾ ആ ഒരു സംഘടനയ്ക്കെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത സാഹചര്യമാണ്. വിദ്യാഭ്യാസ മന്ത്രി തൻ്റെ തീരുമാനം മാറ്റുന്നു. MP ആണെങ്കിൽ ആ ഒരു സംഘടനയെ വിമർശിക്കാൻ തയ്യാറാണ്.
തയ്യാറാകുന്നില്ല, ഒരു അക്ഷരം പറയാൻ തയ്യാറാകുന്നില്ല. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിപ്ലവ സിംഗങ്ങളെന്നൊക്കെ അറിയപ്പെടുന്ന DYFI പോലും മിണ്ടാതെ ഇരിക്കുകയാണ്. കാരണം സ്വന്തം പാർട്ടിക്കാരെ അല്ലെങ്കിൽ പാർട്ടിക്കാരനെ തല്ലിച്ചതച്ച സംഘടനയ്ക്കെതിരെ ആ ഒരു പേര് പറഞ്ഞ് വിമർശിക്കാൻ പോലും DYFIക്ക് ഇപ്പോൾ ശക്തിയില്ല, അല്ലെങ്കിൽ അതിനുള്ള കേൾപ്പില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ ഒരു അവസ്ഥ. ഇപ്പോൾ ഏതെങ്കിലും പാർട്ടി SDPIക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം SDPIക്കെതിരെയോ അല്ലെങ്കിൽ ഇത്തരം പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെയോ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് BJPയും RSSും ആയിരിക്കും. കാരണം അവർക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കാരും ഇവിടുത്തെ ഇടത് വലത് മുന്നണികളാണെങ്കിലും മറ്റ് സംഘടനകളാണെങ്കിലും SDPയെ ഭയക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും കേരളത്തിൻ്റെ അവസ്ഥ വളരെ മോശമായുള്ളൊരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വർഗീയതയെ എതിർക്കുന്നവരെ വർഗീയവാദികളാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്.